CPIM കൊല്ലം തേവള്ളി പാലസ് ബി ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായിരുന്ന PT ഗണേശന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ പ്രതിസന്ധിയിലായ കുടുംബത്തിന് KSFE ഓഫീസേഴ്സ് യൂണിയൻ വീട് നിർമ്മിച്ചു നൽകി. KSFE ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് AK ബാലൻ കുടുംബത്തിന് താക്കോൽ കൈമാറി. വാടക വീടിന്റെ അനിശ്ചിതത്വങ്ങൾ അവസാനിപ്പിച്ച് പ്രിയ ഗണേശന്റെ സഹധർമ്മിണി സിന്ധുവും മക്കളും പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ചു. KSFE ഓഫീസേഴ്സ് യൂണിയൻ ഭവനരഹിതർക്കായി ഓരോ ജില്ലയിലും 2 വീതം വീട് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ പൂർത്തിയാക്കിയ ആദ്യ വീടാണിത്. വീട് നൽകിയ പാർട്ടിക്കും KSFE ഓഫീസേഴ്സ് യൂണിയനും സിന്ധു നന്ദി പറഞ്ഞു. ഈ വീട് കിട്ടിയതിൽ എനിക്കും മക്കൾക്ക് ഒരുപാട് ആശ്വാസമാണ്. അതിന് KSFEക്കും പാർട്ടിക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് നന്ദി. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവർക്ക് വീട് നൽകുന്ന പിണറായി സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയെ സഹായിക്കാനാണ് KSFE ഓഫീസേഴ്സ് യൂണിയൻ ഉൾപ്പെടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഭവന പദ്ധതി നടപ്പാക്കുന്നതെന്ന് താക്കോൽദാനം നിർവഹിച്ച് മുൻമന്ത്രി കൂടിയായ AK ബാലൻ പറഞ്ഞു. ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൽ വീടില്ലാത്ത ഏതെങ്കിലും ഒരാളില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ കേരളം മാറാൻ പോവുകയാണ്. എല്ലാവർക്കും വീട്. 3 സെന്റിൽ 2 ബെഡ്റൂമും അടുക്കളയും ഹാളുമുള്ള വീടിന് ആവശ്യമായ ഫർണിച്ചറും ഒരുക്കി. 8 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. സംഘടനയിലെ അംഗങ്ങളുടെ വിഹിതം ഉപയോഗിച്ച് സംസ്ഥാനത്ത് 28 വീട് KSFEO നിർമ്മിക്കും. KSFE ഓഫീസേഴ്സ് യൂണിയൻ നിർമ്മിക്കും. കോഴിക്കോടും കോട്ടയത്തും ഓരോ വീട് പൂർത്തിയാക്കി. കൊല്ലത്തേത് സംസ്ഥാനത്തെ 3ാമത്തെ സ്നേഹഭവനം. ചടങ്ങിൽ മുകേഷ് MLA മുഖ്യാതിഥിയായിരുന്നു. KSFE ചെയർമാൻ K വരദരാജൻ അധ്യക്ഷനായിരുന്നു. KSFE ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി S അരുൺ ബോസ്, ജില്ലാ സെക്രട്ടറി AK അനിൽകുമാർ, CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ, CA2 ജില്ലാ സെക്രട്ടറി S ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.